എൻ്റെ പേര് മേഴ്സി. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഞാൻ 16ാമത്തെ തവണ ഉടമ്പടി പുതുക്കി. ഇതെൻ്റെ മകൾ അലിൻഡ രാജേഷ്, CA ഇൻ്റർ പഠിക്കുന്നു, ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. 2024 ഞങ്ങൾ 13 വർഷമായി ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആദ്യം നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു വീട് വേണം, വീട് വയ്ക്കുന്നതിന് സ്ഥലം വേണമെന്നായിരുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി നിയോഗം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ നിയോഗം സാധിച്ചു തരികയും വീട് വയ്ക്കാനൊരു സ്ഥലം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ വീട് ആ സ്ഥലത്ത് വച്ചില്ല. വയ്ക്കാനായിട്ട് കറണ്ട് എടുത്തു, കിണർ കുത്തി, സൈഡ് കെട്ടിയിട്ടു, എങ്കിലും വീട് പണി നടന്നിരുന്നില്ല. 2024 അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ കൂടുമ്പോൾ ഒരു ഡയറിയിൽ അച്ഛൻ്റെ അച്ഛൻ പറയുന്ന എല്ലാ വചനഭാഗങ്ങളും ഞാനൊരു ഡയറിയിൽ എഴുതി വയ്ക്കും. 2024 ഏപ്രിൽ മാസം 11-ാം തീയതി അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഈ വചനങ്ങൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് 3 കാര്യങ്ങൾ ഇങ്ങനെ ചുമന്ന പേനയിൽ എഴുതി വെച്ചു. ഒന്ന്, എൻ്റെ മകൾക്ക് +2-ന് 95% മാർക്ക് ലഭിക്കണം. രണ്ടാമത് എഴുതി വെച്ചിരുന്നത് എൻ്റെ കൊച്ചിന് CAക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ എഴുതി വെച്ചു, 11/4/2025 മുമ്പായി ഞങ്ങൾക്കൊരു വീട് ലഭിക്കണം. എൻ്റെ ആദ്യം എഴുതിയ 2 കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അടുത്ത നാളുകളിൽ തന്നെ. മൂന്നാമത് ഞാൻ 1 വർഷമാണ് മാതാവിനോട് ഞാൻ സമയം ചോദിച്ചിരുന്നത്. പിറ്റേ വർഷം ഏപ്രിൽ മാസം 1-ാം തീയതി ആയപ്പോഴും ഒരു വീടിൻ്റെ ഒരു കാര്യം നടക്കുകയോ വീട് പണിയാൻ ആരംഭിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി വല്ല അത്ഭുതങ്ങളും പ്രവർത്തിക്കണം. ഒരു വീട് നമ്മൾ പണിയുകയാണ്, മേടിക്കാനൊരു ഉദ്ദേശം പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇനി വല്ല അത്ഭുതങ്ങളും പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്കൊരു വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതെനിക്കും അറിയാൻ നടക്കുന്നില്ല. ഈ 11 ദിവസം കൊണ്ട് വീട് പണി നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അങ്ങ് പോയി. 8-ാം തീയതി രാവിലെ എനിക്കൊരു ഷോപ്പാണ്. ഷോപ്പിലേക്ക് പോകുന്ന വഴി എൻ്റെ അനിയത്തി എന്നെ വിളിക്കുന്നു. അനിയത്തി ഒരു ടീച്ചറാണ്. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ സ്ഥലം, ഒരു വീടും കൂടെ വിൽക്കാനുണ്ട്, നീ ഒന്ന് പോയി നോക്കുമോ എന്ന് ചോദിച്ചു. ഒന്നും വിചാരിച്ചില്ല, ഞങ്ങൾ പോയി ആ വീട് നോക്കി. വീട് ഇഷ്ടപ്പെട്ടു. വീടിന് മെയ് 7-ാം തീയതി മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, മെയ് 7-ാം തീയതി എനിക്ക് വീടിന് അഡ്വാൻസ് കൊടുക്കണം. 7-ാം തീയതി മാതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ മെയ് 7-ാം തീയതി മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ മാതാവ് മെയ് 7-ാം തീയതി അഡ്വാൻസ് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ജൂൺ 25-ാം തീയതി ഞങ്ങൾ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തു. ജൂലൈ 13-ാം തീയതി റോസാംശ്രീക്ക മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ ആ വീട്ടിൽ കയറി താമസിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ഞങ്ങൾ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, മകൾ നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കുണ്ടായിരുന്നു. +2-ന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ CA ഫൗണ്ടേഷൻ ആദ്യ തവണ എഴുതിയപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് വളരെ എളുപ്പമാണ്, അവളെ കൊണ്ട് അത് സാധിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പം അവളും ഞെട്ടി, ഞങ്ങളും ഞെട്ടി. ആദ്യത്തെ തവണ അവൾക്ക് കിട്ടിയില്ല. വിഷമമായി. 2-ാമത്തെ തവണ എഴുതി, 2-ാമത്തെ തവണയും കിട്ടിയില്ല. 3-ാമത് മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഡെയിലി ബ്രെഡിൽ നന്നായി പ്രാർത്ഥിച്ചു. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3-ാം തവണ അവൾക്ക് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കൊച്ചിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, അമ്മ, ഞാൻ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത് CA ഫൈനൽ പാസ്സായതിന് ശേഷം മാത്രമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയുള്ളൂ എന്നാണ്. അവളും ഉടമ്പടി എടുത്തതാണ്. വർഷത്തിലൊന്നാണ് അവൾക്ക് വന്ന് ഇവിടെ ഒന്ന് പുതുക്കാൻ സാധിക്കുന്നത്. ഇപ്പം 2-ാം തവണയാണ് അവളത് പുതുക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. മൂന്നാമതായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ യാത്രയൊക്കെ ചെയ്താൽ ഒരു 6 മാസമായിട്ട് എനിക്കങ്ങനെ തലവേദന വരാറില്ല. മൈഗ്രെയിൻ തലവേദനയായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. കലശലായ തലവേദനയും
കടുത്ത ഛർദിയുമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും മാതാവ് ഞങ്ങൾ വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടുന്ന് പോരേണ്ടത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ലാതെ തിരിച്ച് 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്തിനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് അവിടെ ഓർഫനേജിൽ പോകും. അമ്മമാർ തന്നെയുള്ളൊരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോകും. അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങളറിയാവുന്നവരോട് പറയും ഇങ്ങനെ അമ്മച്ചിമാരവിടെ ഉണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവരെയും കൊണ്ടും ഫുഡ് കൊടുപ്പിക്കാറുണ്ട്. പിന്നെ നമ്മളോട് ആരെങ്കിലും എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളത് സാധിച്ചു കൊടുക്കും. പിന്നെ ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഞങ്ങൾ സഹായിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവരോട് ചോദിക്കാതെ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ ഞങ്ങൾ പള്ളികളിലും കടകളിലുമൊക്കെ കൊടുത്ത് വിതരണം ചെയ്യാറുണ്ട്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം 12 വർഷമായിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഞങ്ങൾ 4 പേരും വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഞങ്ങൾ പോകാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഞാൻ ഒരു ദിവസം പോലും ഒരാഴ്ച പോലും മുടക്കാറില്ല. ആ ദിവസം തന്നെ ഞാൻ കണ്ടു തീർക്കും. അത് രണ്ടാമത് ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 തന്നെ ഞങ്ങളത് കൂടുകയും കൂടിയിട്ടാണ് ഞങ്ങളത് പള്ളിയിൽ പോവുകയും ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങൾക്കുണ്ടായ ഉയർച്ച ഇതാണ്. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കൂടുകയും എനിക്കൊരു കടയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കടയിലിരുന്നാണ് ഞാൻ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഈ ധ്യാനം തീരുന്നവരെ ആരും കടയിൽ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത്ര നന്നായിട്ട് അത് കൂടി തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ മേഴ്സി ചാക്കോ എന്ന ഈ മകളുടെ കുടുംബത്തിന് നൽകുന്ന വലിയ ആശ്വാസത്തിൻ്റെ വാഗ്ദാനമാണ്. നീ എൻ്റെ ശുശ്രൂഷകയായിരിക്കും, നിനക്ക് സന്തോഷിക്കാനുള്ള വലിയ കാരണങ്ങളുണ്ടായിരിക്കും എന്നെല്ലാമാണ് യെശയ്യാ പ്രവാചകൻ്റെ വലിയ പ്രവചനം നമുക്ക് നൽകുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ കുടുംബത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് മേഴ്സി ചാക്കോ നന്ദി പറയുകയാണ്. 13 വർഷം അവർ വാടകയ്ക്ക് താമസിച്ച് അതിനുശേഷം ഈശോയോട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ ഉടൻ പരിഹാരമാണ്. 3 മാസത്തിനുള്ളിൽ തന്നെ മകൾക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ ഡേറ്റിന് മുൻപ് ഉടൻ പരിഹാരമെന്ന് മകൾക്ക് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ സ്ഥലവും വീടും അവർ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുവാനായി ഇത് അമ്മ തന്നെ നൽകിയ വീടാണോ എന്നവർ ഉറപ്പിക്കുന്നത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അവർക്ക് ആ വീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വളരെ പെട്ടെന്ന് നൽകിയതിനെ അവർ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മകളുടെ CA ഫൗണ്ടേഷൻ 2 പ്രാവശ്യം തോറ്റുപോയതാണ്. ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ഉള്ള ഒരു വലിയ ആശങ്കയിൽ അമ്മയും മകളും ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് വളരെ പെട്ടെന്ന് CA നമുക്കറിയാം വളരെ ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്. അത് ആ മകൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. മകൾ പരീക്ഷയ്ക്ക് പോയപ്പോഴും നേർച്ച വസ്തുക്കൾ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് അവൾ വളരെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് മകളേറ്റു പറയുന്നു. അതുപോലെ 10 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ, അതിൻ്റെ ആ തലവേദനയുടെ ഫലമായി ഉണ്ടാകുന്ന യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഛർദിൽ എല്ലാം ഈശോ സുഖപ്പെടുത്തിയതായി ഈ മകളേറ്റു പറയുകയാണ്. ഇവർക്കതിനുള്ള ആസ്തി ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധ്യാത്മികതയുടെ ലെവൽ ചെക്ക് ചെയ്യാൻ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകൾ പറയുകയുണ്ടായി, ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എൻ്റെ കടയിലേക്ക് ആരും വരരുത്.
നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ ബിസിനസ് നന്നായി നടക്കണം. പക്ഷേ ഈശോയും ഞാനുമായുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ, ആ പ്രാർത്ഥനയിൽ മറ്റാരും വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എൻ്റെ ഒരു പ്രൈവറ്റ് സമയമാണ്. ഞാൻ ഈശോയോട് വളരെ ഇൻറ്റിമേറ്റായി ഇടപെടുന്ന സമയമാണ്. ആ സമയം എനിക്കും ഈശോയ്ക്കും മാത്രമുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുന്നത്. ഞാൻ എത്രമാത്രം ഈശോയുമായി ആഴപ്പെട്ടിരിക്കുന്നു, അമ്മ എന്നെ എന്തുമാത്രം സഹായിക്കുന്നു, അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ നടക്കുന്നതിനുള്ള അടയാളങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്നെല്ലാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു അളവുകോൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ അളവുകോൽ പറയുന്നത്, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, അവിടുത്തെ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴമോ വ്യാപ്തമോ നീളമോ ഉയരമോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഗ്രീൻ സിഗ്നൽ കൊടുത്ത് ഈശോയ്ക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും അവയെല്ലാം തരണം ചെയ്യുവാനും ജീവിത സാഹചര്യങ്ങളെ മനോഹരമാക്കുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നു. മേഴ്സി ചാക്കോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുടെ ഉടമ്പടി ചെയ്ത് വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അവർ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് വേണ്ടി, പഠനം ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആശങ്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.